കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകനെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുവാൻ കേരള സർവകലാശാല VCയുടെ നിർദ്ദേശം. സംഭവത്തിന് പിന്നാലെ KSU നടത്തിയ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ MLAമാരായ ചാണ്ടിയുമ്മൻ, M. വിൻസെന്റ് എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിന് SFI ജില്ലാ പ്രസിഡന്റ് നന്ദനടക്കം 23 പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. KSU തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻജോസിനെ മർദ്ദിച്ചെന്ന പരാതിയിലും ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചെന്നാരോപിച്ച് നടത്തിയ പോലീസ് സ്റ്റേഷൻ ഉപരോധമാണ് കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ കലാശിച്ചത്. കാര്യവട്ടം ക്യാമ്പസിലെ ആദ്യവർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ SFIയും KSUവും ക്യാമ്പസ് അലങ്കരിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. പിന്നാലെ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KSU പ്രവർത്തകരും KSUവിൻ്റേത് തട്ടിപ്പ് സമരം എന്നാരോപിച്ച് SFI പ്രവർത്തകരും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിച്ചെത്തി. ഇതാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത്. പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും MLAമാരായ ചാണ്ടിയുമ്മൻ, M. വിൻസെന്റ് എന്നിവർക്കെതിരെയും 20 KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. ഒപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചതിന് SFI ജില്ലാ പ്രസിഡന്റ് നന്ദനടക്കം 23 SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. സാൻജോസിനെ മർദ്ദിച്ച പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടിമുറി മർദ്ദനം അന്വേഷിക്കാൻ കേരള VC ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ KSU പ്രവർത്തകർ പുറത്തുനിന്ന് ആളെ എത്തിച്ച് അക്രമം നടത്തുകയായിരുന്നു എന്നാണ് SFI ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് 1ാം വർഷ വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ അലങ്കാര പ്രവർത്തനവും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായി നിന്ന SFI പ്രവർത്തകരെ ആ ക്യാമ്പസിൽ പഠിക്കുന്ന സാൻജോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പുറത്തുനിന്ന് ജോബിൻസ് എന്ന് പറയുന്ന KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ അടക്കം ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരികയും SFI നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും പുറത്തുനിന്നെത്തിയ ആളുകളെ ക്യാമ്പസിനകത്തേക്ക് അങ്ങനെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് നിലപാടെടുത്തതിൻ്റെ അവിടെ യൂണിയൻ അടക്കം നിലപാടെടുത്തതിൻ്റെ ഭാഗമായി പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളടക്കം മണ്ഡലം പ്രസിഡന്റ് അടക്കം ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും നമ്മുടെ ക്യാമ്പസിനകത്തെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ള അഭിജിത്ത് പോലെയുള്ള സഖാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.